ഓരോരുത്തരെ എല്ലാ ഗൈബിയായ കാര്യങ്ങളും പറയാൻ ഔലിയാക്കന്മാർക്ക് വരെ സാധിക്കൂല എന്നല്ലേ നിങ്ങൾ വരെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പാഠപുസ്തകം ഇപ്പൊ സമസ്തയുടെ ബുക്ക് തെരഞ്ഞ കാണൂല കേട്ടോ. അതിൽ റാബിയത്തുൽ അദവിയയുടെ ഒരു കഥ പറയുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ബീവിയാണ്, ഒരു ഔലിയയാണ്, വിലായത്തുള്ള സ്ത്രീയായ മഹദിയാണ് എന്നവർ പരിചയപ്പെടുത്തുന്ന റാബിയത്തുൽ അദവിയ. ആ പാഠപുസ്തകത്തിൽ പറയുന്നതിൻ്റെ ചുരുക്കം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. റാബിയ ബീവിയുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോ റാബിയ ബീവിയെ പോയി കാണാൻ വേണ്ടി വലിയായ ഹസനുൽ ബസരി റഹിമഹുല്ലയെ പോലെയുള്ള കുറെ ആളുകൾ റാബിയത്തുൽ അദവിയെ കാണാൻ പോയി, ഭർത്താവ് മരിച്ചതിൻ്റെ ശേഷം. എന്നിട്ട് ബീവിയോട് പറഞ്ഞു, ബീവി, നിങ്ങളെ മാപ്പിള മരിച്ചതൊക്കെ ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു കല്യാണമൊക്കെ വേണ്ടേ, നിങ്ങൾക്കൊരു പുതിയാപ്പിളയൊക്കെ വേണ്ടേ? അപ്പ റാബിയത്തുൽ അദവിയ ചോദിച്ചുവത്രേ, എനിക്ക് പറ്റിയ ഒരു മണവാളനെ കിട്ടിയാൽ ഞാൻ റെഡിയാണ്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അതിന് കഴിവുള്ള മണവാളൻ വന്നിട്ടുള്ളത്? അപ്പൊ വന്നവര് പറഞ്ഞു, ഹസനുൽ ബസരി, വലിയ പ്രസിദ്ധനായ വലിയാണ്, നേതാവാണ്, മഹാനാണ്, അദ്ദേഹം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബീവി പറയുകയാണ്, എങ്കിൽ ഓക്കെ, റെഡിയാണ്. പക്ഷേ എനിക്ക് 4 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എങ്കിൽ ആ 4 ചോദ്യത്തിന് ഹസനുൽ ബസരി നിങ്ങൾ എനിക്ക് മറുപടി തന്നാൽ ഞാൻ നിങ്ങളെ ഭാര്യയാവാൻ റെഡിയാണ്. ചോദ്യം 1. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഞാൻ ഈ ലോകത്ത് നിന്ന് മരിച്ചു ഇറങ്ങുമ്പോ ഞാൻ മുസ്ലിമായിട്ടാണോ കാഫിറായിട്ടാണോ മരിച്ചു പോവുക? നമ്പർ 1 ചോദ്യം. ഹസനുൽ ബസരി പറഞ്ഞു, ഹാദാ ഗൈബുൻ, ഇത് മറഞ്ഞ കാര്യമാണ്, എനിക്ക് പറയാൻ പറ്റൂല. മൂപ്പർക്ക് ലൗഹില്ലേ, മൂപ്പരടുത്ത് ലൗഹൊന്നുമില്ല, ആ മീഡിയയും മാധ്യമൊന്നും മൂപ്പരിക്കില്ല, മൂപ്പരടുത്ത് ലിസ്റ്റും ഇല്ല, മൂപ്പരടുത്ത് ലൗഹുൽ മഹ്ഫൂദിന്റെ സ്കെച്ചും ഇല്ല. പാവം ഹസനുൽ ബസരി. ഇവിടെ മടവൂര് നിസ്കരിക്കും കൂടിയില്ല, റമദാനിൽ ചായ കുടിപ്പിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മനോരോഗിയായിട്ട് നടന്നിരുന്ന ഒരു മനുഷ്യൻ. മൂപ്പരടുത്ത് ലൗഹിന്റെ സ്കെച്ച് ഉണ്ട്, എല്ലാ ഗൈബും മൂപ്പര് പറയും ചെയ്യും. ഇവിടെ റാബിയത്തുൽ അദവിയൊക്കെ അറിയാഞ്ഞിട്ടാ, ആ ഔലിയാക്ക് അറിയാഞ്ഞിട്ടാ ഹസനുൽ ബസരിയോട് ചോദിക്കുന്നത്. ആ ഔലിയ പാപ്പാക്കും കിട്ടുന്നില്ല. ഔലിയ പറഞ്ഞു, ഹാദാ ഗൈബുൻ, ഇതിന് എനിക്ക് മറുപടി ഇല്ല, കല്യാണം പൊളിയാൻ പോവാണ്. രണ്ടാമത്തെ ചോദ്യം, അവരുടെ ചോദ്യം, എന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടു മുൻകറും നക്കീറും എൻ്റെ അടുക്കൽ ചോദ്യത്തിന് വന്നാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയുമോ ഇല്ലേ? അപ്പോഴും ഹസൻ ബസരിയുടെ മറുപടി, ഹാദാ ഇളൻ ഗൈബുൻ, ഇതും മറിഞ്ഞ കാര്യമാണ്, എനിക്ക് പറയാൻ പറ്റൂല, ചോദിച്ചു കുഴക്കല്ലേ. മൂന്നാമത്തെ ചോദ്യം വരുന്നു. ജനങ്ങളൊക്കെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ കിതാബുകൾ കയ്യിൽ കൊടുക്കുമ്പോൾ ഈ റാബിയായുടെ കിതാബ് വലത്തെ കയ്യിലാണോ കിട്ടുക, ഇടത്തെ കയ്യിലാണോ കിട്ടുക? അതേ ഹസനുൽ ബസരി മറുപടി പറയുന്നു, ഹാദാ ഇളൻ ഗൈബ്, ഇതും ഗൈബാണ് ബീവി, എനിക്ക് പറയാൻ പറ്റൂല. നാലാമത്തെ ചോദ്യം, റാബിയ അദവിയുടെ 4ാം ചോദ്യം. ഖിയാമത്ത് നാളിൽ ഒരു കൂട്ടരോട് സ്വർഗത്തിലേക്ക്, മറ്റൊരു കൂട്ടരെ നരകത്തിലേക്ക്, ഇങ്ങനെ ലിസ്റ്റ് റെഡിയാക്കിയിട്ട് ആളെ വേറെ അങ്ങ് മാറ്റി നിർത്തുമ്പോ അകൂന മിൻ അഹ്ലിൽ ജന്ന അം മിൻ അഹ്ലിൻ നാർ, ഞാൻ സ്വർഗക്കാരുടെ ലിസ്റ്റിലാണോ പെടുക, നരകക്കാരുടെ ലിസ്റ്റിലാണോ എൻ്റെ പേരുണ്ടാവുക? ഹസനുൽ ബസരിയുടെ മറുപടി, ഹാദാ അയ്ളൻ ഗൈബുൻ, ഇതും മറിഞ്ഞ കാര്യല്ലേ ബീവി, എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കരുത്, എന്താ ഇങ്ങനെ ചോദിച്ചാ പറ്റുക? അപ്പ ബീവിയുടെ മറുപടി, അമ്മൻ ലഹു ഹമ്മു ഹാദിഹിൽ അർബഅ, ഈ 4 കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അടങ്ങാറായിട്ടിരിക്കുന്ന ഒരു പെണ്ണിന് യഹ്താജു ഇലാ സൗജിൻ ഔ യതഫറഗു ഇലാ ഇഖ്തിയാരി സൗജിൻ, ഒരു പുതിയ ആപ്പിളെ കുറിച്ച് ഇനി ആവശ്യമുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ടൈമുണ്ടോ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്നു. ഓ പ്രിയപ്പെട്ട ജിഫ്രി കോയ തങ്ങൾ,
നിങ്ങളെ നിങ്ങളെ പാഠപുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചത് ഇതല്ലേ? ഇപ്പൊ നിങ്ങൾ മാറ്റിയത് എന്തിനാ? ഇപ്പൊ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം മറിച്ചു നോക്ക്. വീട്ടിൽ പോയിട്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ ഇപ്പാഠം കാണുന്നില്ല. കാരണം എന്തേ? ഇതങ്ങ് പഠിപ്പിച്ച ആൺകുട്ടികൾ എഴുന്നേറ്റിരുന്ന ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദേ റാബിയ ബീവിക്ക് കൈപറിഞ്ഞില്ല അല്ലേ? ഹസനുൽ ബസരിക്ക് കൈപറിഞ്ഞില്ല അല്ലേ? വേങ്ങര കോയപ്പാപ്പ കൈപറിയും അല്ലേ? മൊനമ്പത്തെ ബീവി കൈപറിയും അല്ലേ? മമ്പർത്തപ്പാപ്പ കൈപറിയും അല്ലേ? മടവൂര് ശൈഖ് കൈപറിയും അല്ലേ? അതുപ്പോ എന്ന് പറഞ്ഞിട്ട് ജിഫിരിക്കോയുടെ മൂലയന്മാര് തല ചൊറിയേണ്ടി വരും എന്ന് മനസ്സിലാക്കിയപ്പോ പാഠം ഔട്ട്. ഇപ്പൊ പാടല്ല. ഇപ്പൊ എന്തേ റാബിയത്തുല്ലദ വീടെ കറാമത്തും മഹത്വം ഇപ്പൊ പറയണ്ടേ? ഇതാണ് നിങ്ങളുടെ അവസ്ഥ.